ഒച്ചിൻ്റെ തോട് ചതയുന്ന ശബ്ദം സൈമൺ എന്നും ഒരു കൗതുകമായിരുന്നു. മുറുക്ക് ചവയ്ക്കുന്നത് പോലത്തെ ശബ്ദം. പണ്ടൊക്കെ അവൻ മരത്തിലിരിക്കുന്ന ഒച്ചുകളെ ഒരു കമ്പ് കൊണ്ട് കുത്തി തള്ളിയിടുമായിരുന്നു. ഒച്ചുകൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, തിരിച്ച് വലിഞ്ഞു കയറട്ടെ എന്നായിരുന്നു അവൻ്റെ ന്യായീകരണം. ഒരിക്കൽ അങ്ങനെ തിരിച്ചു കയറിയ ഒച്ചിനെ വീണ്ടും തള്ളിയിട്ടിട്ട് പോകാനായി തിരിഞ്ഞപ്പോൾ അവൻ അറിയാതെ അതിൻ്റെ മുകളിൽ ചവിട്ടി. അതിനുശേഷം അവനത് ശീലമാക്കി. ഒച്ചുകളോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉള്ളതുകൊണ്ടല്ല, ഒച്ചുകൾ തിരിച്ചാക്രമിക്കില്ല എന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ആ ഉറപ്പാണ് അവനിപ്പോൾ പോയി തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ അവൻ ഉറക്കമുണർന്നപ്പോൾ കാണുന്നത് അവൻ്റെ കയ്യിലൂടെ ഇഴഞ്ഞു നടക്കുന്ന ഒച്ചുകളെയാണ്. അവൻ പോകുന്ന വഴിയിലും സ്കൂളിലും അവരവനെ നിരീക്ഷിക്കുന്നത് പോലെ അവന് തോന്നിത്തുടങ്ങി. അവൻ്റെ മുറിയിലെ ചുമരുകളിൽ ഒച്ചുകൾ ഇഴഞ്ഞതുപോലുള്ള പാടുകൾ വന്നു. അവൻ അന്ന് കൊന്ന ഒച്ചുകളെക്കാളും കൂടുതൽ വലുപ്പമുണ്ടായിരുന്നു അവൻ അടുത്ത ദിവസം കൊന്ന ഒച്ചുകൾക്ക്. ഇങ്ങനെ പോയാൽ ഒരു ദിവസം അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവനേക്കാളും വലുപ്പമുള്ള ഒച്ചിനെ കാണേണ്ടി വരുമോ എന്ന് അവൻ പേടിച്ചു. എന്നാൽ അവൻ്റെ പേടികൾക്ക് അവസാനമുണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യം സംഭവിച്ചു. അവൻ്റെ ക്ലാസ്സിൽ പുതിയൊരു കുട്ടി ചേർന്നു, സിബി. അവനേക്കാളും വലുപ്പമുള്ള ഒരു കുട്ടി. തരം കിട്ടുമ്പോഴൊക്കെ സിബി അവനെ ആഞ്ഞു കടിച്ചു. സൈമൺ കരയുന്ന ശബ്ദം കേൾക്കാൻ അവനൊരു കൗതുകമായിരുന്നു. എറികൊണ്ട പട്ടി കരയും പോലത്തെ ശബ്ദം. സൈമണോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉള്ളതുകൊണ്ടല്ല, അവൻ തിരിച്ചാക്രമിക്കില്ലെന്ന് സിബിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് തെറ്റിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് സൈമൺ അന്ന് കിടന്നുറങ്ങിയത്. അന്ന് സ്വപ്നത്തിൽ അവൻ ആരോ പ്രത്യക്ഷപ്പെട്ടു. പുകച്ചുരുളുകൾക്കിടയിൽ നിന്ന് ആ രൂപം അവൻ എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. സൈമൺ പറഞ്ഞു, അവൻ്റെ ക്ലാസ്സിൽ സിബി എന്നൊരു കുട്ടി വന്നിട്ടുണ്ട്. അവൻ തന്നെ കടിക്കാറുണ്ട്, അതുകൊണ്ട് അവനെ തിരിച്ചു കടിക്കണമെന്ന്. അത് കേട്ട് ആ രൂപം പറഞ്ഞു, എങ്കിൽ നിന്നെ അവനെ തിരിച്ചു കടിക്കാൻ പറ്റിയ രൂപമാക്കിയാലോ? മുതലയാക്കട്ടെ, നല്ല കടിശക്തിയാണ്. സൈമൺ ഒന്ന് ആലോചിച്ചിട്ട് ചോദിച്ചു, സ്രാവായാലോ? അതിന് കൂടുതൽ പല്ലുകളുണ്ടല്ലോ. അത് കേട്ട് ആ രൂപം പറഞ്ഞു, ഓ, അപ്പം പല്ലുകളാണല്ലേ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്രാവിനേക്കാളും പല്ലുകളുള്ള ഒരു ജീവിയുണ്ട്. നീ രാവിലെ തന്നെ അവനെ കടിക്കാൻ തയ്യാറായിക്കോ. പക്ഷേ സൈമ, നീ ഒരു കാര്യം മറന്നു. സംശയത്തോടെ സൈമൺ ആ രൂപത്തെ നോക്കി. ഒരു വരവും അങ്ങനെ ഫ്രീ ആയി തരാൻ പറ്റില്ലല്ലോ. അവൻ എന്താണ് തിരികെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നീ കുറേ ഒച്ചുകളെ കൊന്നിട്ടില്ലേ? അതിൻ്റെയൊക്കെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്താൽ നിനക്ക് ഈ വരം തരാം. സൈമൺ അത് പാപമല്ല എന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആവശ്യക്കാരൻ താനായത് കാരണം അവനത് ചെയ്യാമെന്ന് സമ്മതിച്ചു. എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിച്ചു. മറ്റൊന്നുമല്ല സൈമ, ഞാൻ നീ ഇതുവരെ കൊന്ന ഒച്ചകളെല്ലാം നിൻ്റെ മുറി കൊണ്ട് തട്ടിയിട്ടുണ്ട്. നീ ഇപ്പോൾ എഴുന്നേറ്റ് രാവിലെ ആവുന്നതിന് മുമ്പ് അതൊക്കെ തിന്നു തീർത്താൽ മതി. കൊന്നാ പാപം തിന്നാ തീരുമെന്നാണല്ലോ. അപ്പോൾ ശരി, വേഗം കഴിക്കാൻ തുടങ്ങിക്കോ. കുറേ ഉണ്ടല്ലോ അല്ലേ? ഉറക്കമുണർന്ന സൈമൺ കാണുന്നത് അവൻ്റെ മുറിയിൽ പലയിടത്തുമായി ഒച്ചുകളെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അവൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നു. പ്രതികാരം വേണ്ടെന്ന് വയ്ക്കണോ, ഒച്ചിനെ തിന്നണോ? അവൻ ഓരോ ഒച്ചിനെയും നുകർന്നു കഴിക്കുമ്പോൾ പ്രതികാരത്തിൻ്റെ വഴുവഴുത്ത രുചി അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിലൊരു ചോദ്യം മാത്രം അവശേഷിച്ചു. ഏതാണ് താൻ ആകാൻ പോകുന്ന സ്രാവിനേക്കാളും പല്ലുകളുള്ള ജീവി? സ്രാവിന് ഒരു സമയം ഏകദേശം 300 പല്ലുകൾ വരെ ഉണ്ടാകാം. പക്ഷേ 25,000 പല്ലുകളുള്ള ഒരു ജീവിയുണ്ട്, ഒച്ച്. അടുത്ത ദിവസം സ്കൂളിൽ കാലെടുത്ത് കുത്തിയ സിബി ഒരു ഒച്ച കേട്ടു. മുറുക്ക് ചവയ്ക്കുന്നത് പോലുള്ള ഒരൊച്ച. നോക്കിയപ്പോൾ ഷൂസിനടിയിൽ ഒരു ഒച്ച് ചതഞ്ഞരിഞ്ഞിരിക്കുന്നു. അവനെന്തോ ആ ശബ്ദം അത്ര ഇഷ്ടപ്പെട്ടില്ല. എറിയൊണ്ട പട്ടികളുടെ ശബ്ദമാണ് അവൻ ഇപ്പോഴും പ്രിയം. അതൊന്നുകൂടെ കേൾക്കാൻ സൈമണെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് അവൻ ഷൂസ് കഴുകുന്നതിന് വാഷ്റൂമിലേക്ക് നടന്നു. ഇന്നവനെ കണ്ടേയില്ലല്ലോ എന്ന് ആലോചിച്ച് ഷൂസ് കഴുകിക്കൊണ്ട് നിന്ന സമയം അവൻ്റെ പിന്നിൽ മേൽക്കൂരയിലൂടെ ഒന്ന് ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു. മനുഷ്യൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ഒച്ച്. അവൻ ഷൂസ് കഴുകിക്കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ മുന്നിൽ ആ ഒച്ച് നിൽക്കുന്നു. അവനൊന്ന് ഒച്ച വയ്ക്കുന്നതിന് മുൻപേ ആ ഒച്ച അവനെ കടിച്ചു. എറികൊണ്ട പട്ടിയുടെ ശബ്ദമായിരുന്നു അവനും. അവനെ കഴിച്ചു കഴിഞ്ഞിട്ട് സൈമൺ പതുക്കെ പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. ആരും കാണാതെ കുറ്റിക്കാട്ടിലേക്ക്. സൈമൺ പിന്നെ ഒരിക്കലും തിരികെ മനുഷ്യനാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. കാരണം അവൻ്റെ പുതിയ പല്ലുകൾ വച്ച് ചവയ്ക്കുന്ന എല്ലാത്തിനും
ഒരു ശബ്ദം മാത്രമായിരുന്നു, മുറുക്ക് ചവയ്ക്കുന്ന പോലത്തെ ശബ്ദം.